ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം സിനിമാ കോൺക്ലേവ് നടത്തും എന്നുള്ളതാണ്. അതിന്റെ തീയതി വന്നിരിക്കുകയാണ്. സിനിമാ കോൺക്ലേവ് നവംബർ 23-നായിരിക്കും നടത്തുക. 3 ദിവസമായാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. കോൺക്ലേവിന് മുൻപ് കരട് സിനിമാ നയം രൂപീകരിക്കും. മുഖ്യമന്ത്രിയുടെ സമയ ലഭ്യത കൂടി പരിഗണിച്ചായിരിക്കും കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ്. രാഹുൽ ജി നാഥാണ് അതിന്റെ വിവരങ്ങളുമായിട്ട് ചേർന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സിനിമാ കോൺക്ലേവ് അതിന്റെ തീയതി വന്നിരിക്കുകയാണ്. നവംബർ 23 നവംബറിൽ നടത്തും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നിലേക്ക് വെക്കുന്നത് ഇപ്പോൾ? രാഹുൽ, നമ്മൾക്ക് തന്നൊരു പുതിയൊരു വാർത്തയിൽ ഞാൻ കാണുന്നത് ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ MLA മുകേഷും ഉണ്ട് എന്നുള്ളൊരു വിവരമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ആരോപണമൊക്കെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? പറയൂ. പൂജ, തീർച്ചയായും ആദ്യം കോൺക്ലേവിനെ പറ്റി പറയാം. തീർച്ചയായും കോൺക്ലേവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമായി സർക്കാർ ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെച്ചിരുന്നത്. അത്തരത്തിൽ കോൺക്ലേവ് നവംബർ 23, 24, 25 തീയതികൾ നടത്താനാണ് ആദ്യഘട്ടത്തിൽ ഷാജിയൻ കരുൺ ഉൾപ്പെടെയുള്ള സമിതിക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. അത്തരത്തിൽ സമിതി ആദ്യം കൂടിയ ഘട്ടത്തിൽ 23, 24, 25 തീയതികളിൽ കോൺക്ലേവ് നടത്താമെന്ന ധാരണയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ സമയലഭ്യത. അത് കൃത്യമായി നോക്കിയ ശേഷമായിരിക്കും ഈ കുറച്ചുകൂടി ഇതിന് വ്യക്തത വരിക. എന്തായാലും നിലവിൽ ഇപ്പോൾ 23, 24, 25 എന്ന ധാരണയാണ് ആ ഒരു ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺക്ലേവിന് മുന്നോടിയായി തന്നെ കരട് സിനിമാ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിലേക്കെത്തും. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത്തരത്തിൽ കരട് നയം രൂപീകരിച്ച സംസ്ഥാനങ്ങളുമായി ഈ പരിശോധിച്ച ശേഷമാകും കരട് സിനിമാ നയം നിർമ്മിക്കുക. ഒപ്പം ഈ കോൺക്ലേവിലായിരിക്കും ഈ കരട് സിനിമാ നയം ചർച്ച ചെയ്യുക. അത്തരം ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏറ്റവും പ്രധാനമായ സിനിമാ നയം, അത് മലയാള സിനിമയിൽ ഒരു സിനിമാ നയം ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം IC ബാലകൃഷ്ണൻ, അതായത് 2023 8-ാം മാസം ഓഗസ്റ്റ് മാസം സംസ്കാര വകുപ്പ് മന്ത്രി സതീഷ് ചെറിയാൻ നൽകിയ മറുപടിയിൽ ഇത്തരത്തിൽ സിനിമാ കരട് നയം, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ സിനിമാ കരട് നയം രൂപീകരിക്കാൻ ഒരു സമിതി ഉണ്ടാക്കുന്ന സമിതി ഷാജിയൻ കരുൺ ചെയർമാനായുള്ള സമിതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ എം മുകേഷ് കൊല്ലത്തിൻ്റെ MLA ആണ്. അദ്ദേഹം ഇതിൽ അംഗമായി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ ആരോപണങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കോൺക്ലേവിനെ പറ്റി പറഞ്ഞപ്പോൾ പോലും പലരും ഉന്നയിച്ചൊരു വിമർശനം അത് തന്നെയാണ്. ഇത്തരത്തിൽ അതിജീവിതമാരും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവരും. ശരി രാഹുൽ, എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നിലേക്ക് പോകുന്നത്. കോൺക്ലേവ് വരികയാണ്.